കേരളത്തിൽ അധികാരമേറ്റ് 3 ആഴ്ച തികയും മുൻപേ പാവപ്പെട്ടവന്റെയും പാർശ്വവൽക്കരിക്കപ്പെട്ടവന്റെയും നെഞ്ചത്ത് കത്തിവെക്കുന്ന ജനദ്രോഹ നയങ്ങളാണ് UDF സർക്കാർ മുന്നോട്ട് വെക്കുന്നത്. ഇനി ആകെയുള്ള ഇമേജ് സോഷ്യൽ മീഡിയ ഹിറ്റാക്കി കൊടുത്ത കുറച്ച് ചിരിക്കുന്ന റീലുകൾ മാത്രമാണ്. അതും പോകെ പോകെ തകർന്നടിയുന്ന സാധ്യതകളും പിന്നാലെയുണ്ട്. കേരളത്തിൽ UDF സർക്കാർ അധികാരത്തിലെത്തിയത് ജനങ്ങൾക്ക് ഗുണം ചെയ്ത ജനക്ഷേമ പദ്ധതികൾ ഒന്നൊന്നായി വെട്ടിനിരത്താനും ഇല്ലാതാക്കാനുമാണെന്ന് തെളിയിക്കുന്ന നടപടികളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. സാധാരണക്കാരന്റെയും പാവപ്പെട്ടവന്റെയും ജീവിതോപാധികളുടെ കടയ്ക്കൽ കത്തിവെച്ചുകൊണ്ട് VD സതീശന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ കടുത്ത ജനദ്രോഹ നയങ്ങളുമായി മുന്നോട്ട് പോവുകയാണ്. ലക്ഷക്കണക്കിന് ഭവനരഹിതർക്ക് തണലായ ലൈഫ് ഭവന പദ്ധതി ഉൾപ്പെടെയുള്ളവ നിർത്തലാക്കാൻ നീക്കം നടത്തുന്ന സർക്കാർ ഇപ്പോഴിതാ സമൂഹത്തിലെ ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന പട്ടികവർഗ വിഭാഗത്തിലെ കുട്ടികളുടെ വിദ്യാഭ്യാസ സ്വപ്നങ്ങളെയും ചവിട്ടിമെതിച്ചിരിക്കുന്നു. സംസ്ഥാനത്തെ പട്ടികവർഗ വിദ്യാർത്ഥികൾക്ക് സ്വന്തം ഗോത്രഭാഷയിൽ പഠന സൗകര്യമൊരുക്കാൻ LDF സർക്കാരിന്റെ കാലത്ത് നിയമിച്ച മെന്റർ ടീച്ചർമാരുടെ സേവനമാണ് UDF സർക്കാർ നിർത്തലാക്കിയിരിക്കുന്നത്. ജൂൺ 1 മുതൽ ഇവരുടെ സേവനം തുടരേണ്ടതില്ലെന്ന് പട്ടികവർഗ വകുപ്പ് ITDP മുഖേന അറിയിച്ചു കഴിഞ്ഞു. 2017 അന്നത്തെ മന്ത്രി AK ബാലൻ മുൻകൈയെടുത്ത് നടപ്പിലാക്കിയ ഈ പദ്ധതി വഴി TTC യോഗ്യത നേടിയ നിരവധി ആദിവാസി ഉദ്യോഗാർത്ഥികൾക്കാണ് തൊഴിൽ ലഭിച്ചത്. സർക്കാരിന്റെ ഈ ഒറ്റ ഉത്തരവോടെ അട്ടപ്പാടിയിലെ മാത്രം 23 മെന്റർ ടീച്ചർമാരാണ് ഒരൊറ്റ ദിവസം കൊണ്ട് തൊഴിൽ രഹിതരായത്. സ്വന്തം ഭാഷ മാത്രം സംസാരിച്ച് ശീലിച്ച ഉന്നതിയിലെ ഗോത്രവിഭാഗം കുട്ടികൾക്ക് സ്കൂളിലെ മലയാളം അടക്കമുള്ള അന്യഭാഷാ പഠന രീതി കടുത്ത മാനസിക ബുദ്ധിമുട്ടാണ് ഉണ്ടാക്കിയിരുന്നത്. കുട്ടികൾ സ്കൂളിൽ നിന്നും കൊഴിഞ്ഞു പോകാതിരിക്കാൻ അവരെ സംസ്ഥാന പാഠ്യപദ്ധതിയുമായി ബന്ധിപ്പിക്കുന്ന ഏക കണ്ണിയായിരുന്നു ഈ അധ്യാപകർ. ഇവരെ പിരിച്ചുവിട്ടതോടെ കുട്ടികളുടെ ക്ലാസുകൾ നിലയ്ക്കുകയും ഗോത്രമേഖലയിലെ വിദ്യാഭ്യാസ നിലവാരം തകരുകയും ചെയ്യുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. ഭരണപരമായ പരാജയങ്ങളും ജനവിരുദ്ധ നയങ്ങളും മറച്ചുവെക്കാൻ മുഖ്യമന്ത്രി VD സതീശൻ ഉദ്യോഗസ്ഥർക്ക് മേൽ കുതിര കയറുകയാണെന്ന ആക്ഷേപവും ശക്തമാവുന്നുണ്ട്. കറുത്ത ഫ്ലെക്സ് ബോർഡിന്റെ പേരിൽ ഡൽഹി കേരള ഹൗസിലെ കൺട്രോളർ ഉൾപ്പെടെയുള്ള ജീവനക്കാർക്ക് കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയ നടപടി ഇതിന്റെ ഒടുവിലത്തെ ഉദാഹരണമാണ്. ജനക്ഷേമ പദ്ധതികൾ ഓരോന്നായി വെട്ടിച്ചുരുക്കിയും ഗോത്രവിഭാഗങ്ങളുടെ അവകാശങ്ങൾ കവർന്നെടുത്തും ഉദ്യോഗസ്ഥരെ ഭയപ്പെടുത്തിയും മുന്നോട്ടു പോകുന്ന ഈ UDF സർക്കാരിന്റെ കുതിപ്പ് ഇനി എത്ര നാൾ കാണുമെന്ന് കാത്തിരുന്ന് കാണാം.